UDF പ്രവേശനം അനിശ്ചിതത്വത്തിലായതിന് VD സതീശനെതിരെ തുറന്നടിച്ച് PV അൻവർ കാല് പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടി. സതീശൻ ഇന്നലെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇറക്കി വിട്ടെന്നും ഇപ്പോൾ ചെളിവാരി എറിയുന്നുവെന്നുമാണ് അൻവർ പറയുന്നത്. UDF പ്രവേശനം അനിശ്ചിതത്വത്തിലായതിന്റെ പാപഭാരം VD സതീശനിൽ മാത്രം വെച്ചും രാഷ്ട്രീയ അഭയത്തിനായി ദീനസ്വരത്തിൽ സംസാരിച്ചുമായിരുന്നു PV അൻവറിന്റെ വാർത്താ സമ്മേളനം. മെയ് ആദ്യം ചേർന്ന UDF യോഗത്തിൽ TMCയെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടും VD സതീശൻ തുടർ നടപടിയെടുത്തില്ല. വാഗ്ദാനങ്ങളെല്ലാം സതീശൻ ലംഘിച്ചു. കാല് പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടി, ഇപ്പോൾ ചെളിവാരി എറിയുന്നു. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അൻവർ ആദ്യം നിലപാടെടുക്കട്ടെ എന്ന ഇന്നലത്തെ VD സതീശന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് വൈകാരികമായാണ് അൻവർ പ്രതികരിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യൻ്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച താനിപ്പോൾ കത്രികപ്പൂട്ടിൽ അകപ്പെട്ട പോലെയായി. എന്നിട്ടും സതീശൻ തന്നെ ദയാവധത്തിന് വിട്ടുകൊടുത്തു. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇനി എല്ലാ പ്രതീക്ഷയും KC വേണുഗോപാലിൽ മാത്രമാണെന്നും അൻവർ. നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടുവെന്ന സമ്മർദ്ദ തന്ത്രവും അൻവർ പ്രയോഗിച്ചു. TMCയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും, മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാർ വരും, അവരുടെ MP-മാർ വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും, ഒരു തർക്കവും കാര്യത്തിൽ. UDF-ൽ നിന്നുള്ള അവഗണന എണ്ണിപ്പറഞ്ഞായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. എന്നാൽ സതീശൻ ഒഴികെ ഒരു കോൺഗ്രസ് നേതാവിനെയും വിമർശിക്കാതിരിക്കാനുള്ള ജാഗ്രത അൻവർ കാട്ടി. ന്യൂസ് മലയാളം, മലപ്പുറം.